ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 3 പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ 3 പുട്ടെന്ന് വെച്ചാൽ ഒന്ന് ബീട്രൂട്ട് പുട്ട്, 2 മാംഗോ പുട്ട്, പിന്നെ ഒന്ന് ബനാന പുട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. രാവിലെ ആണെങ്കിലും നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബീട്രൂട്ട് പുട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങുമ്പോൾ നഖം വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുരണ്ടി നോക്കിയാൽ തന്നെ നമുക്ക് കളർ മനസ്സിലാവും. അപ്പോൾ കളറുള്ള ബീട്രൂട്ട് എടുത്താൽ മാത്രമേ നമ്മളുടെ പുട്ടിനും ആ ഒരു കളർ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിൽ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടിനാവശ്യമായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ജ്യൂസ് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതപ്പോൾ കറക്റ്റ് 1 കപ്പ് ഉണ്ട്. ഞാനിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈസ്റ്റേണിൻ്റെ പുട്ടുപൊടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചാൽ ഈ പുട്ടുപൊടി സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് അളവിൽ പുട്ടുപൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ മാംഗോൻ്റെ പുട്ടാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാംഗോൻ്റെ പൾപ്പും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് മിക്സി ജാറിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മധുരമുള്ള മാങ്ങാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു കേട്ടോ. ചെറിയ പുളിയൊക്കെ ആണെങ്കിൽ 1-2 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്തിട്ട് നിങ്ങൾ ജ്യൂസ് അടിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പ് അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്കും പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത പീസിൽ നിന്ന് ഒരു പീസ് മാംഗോ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ബനാന പുട്ടാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പൊടിയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ 1 കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പോളം പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പുട്ടിനും കൂടെ ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബീട്രൂട്ട് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണല്ലോ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ ഫസ്റ്റ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നരച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ്. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കണം കേട്ടോ. കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. പുട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ അച്ചിലാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ അച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ മുകളിലായിട്ട് നമുക്ക് പൊടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടിയുടെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതൊരു കുക്കറിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിസിൽ മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഈ അച്ച് വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുക്കറിൻ്റെ മുകളിലിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും. കൂടുതൽ ടൈം കുക്കാക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബീട്രൂട്ട് പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അപ്പാടെ മാറും. അതായത് ഒരു യെല്ലോ ചേർന്നൊരു കളറാവും, റെഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കളർ കിട്ടാനായിട്ട് നമ്മൾ സാധാരണ പുട്ട് എത്ര മിനിറ്റാണ് വെക്കുന്നത് അത്ര ടൈം തന്നെ ഇതും വെച്ചാൽ മതി. ഒത്തിരി നേരം വെക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയുമാണിത്. നമ്മളൊരു ഗസ്റ്റ് വന്നാൽ പോലും ഈ ബീട്രൂട്ട് പുട്ട് റെഡിയാക്കി കൊടുത്താൽ എന്ത് വെച്ചിട്ടാണോ ഇത് റെഡിയാക്കിയത് പോലും അവർക്കറിയാൻ പറ്റില്ല. അത്രയ്ക്കും, അതായത് ബീട്രൂട്ടിൻ്റെ ഒട്ടി ടേസ്റ്റ് പോലും ഈ പുട്ടിന് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പുട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മാംഗോ പുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നനച്ചെടുത്ത പൊടി കൈകൊണ്ട് കട്ടകളൊക്കെ ഉടച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇനി ഞാനിത് ചിരട്ടപ്പുട്ടിൻ്റെ അച്ചി തന്നെയാണ് റെഡിയാക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ പൊടി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ മുകളിലായിട്ട് ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് കുക്കറിൽ തന്നെയാണ് ഞാനിതും കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാംഗോ പുട്ട് റെഡി ആയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. മധുരമൊക്കെ ആയിട്ടുള്ള ഒരു പുട്ടാണിത്. കറികളൊന്നും വേണ്ട കേട്ടോ. ഈ 3 പുട്ടിനും കറി വേണ്ട, പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ 2 പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബനാന പുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പൊടിയുടെ കട്ടകളൊക്കെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് സോഫ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ചിരട്ടപ്പുട്ടിൻ്റെ അച്ചിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബനാന ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൊടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് മൂടി വെച്ച് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത പോലെ തന്നെ ഇതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 പുട്ടും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. 3ഉം വെറൈറ്റി ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു.